കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ തെരുവിൽ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ പ്രശ്നങ്ങൾ സമീപിക്കുമ്പോൾ അവർക്ക് സമയം വേണം, പഠിക്കാൻ ഇനിയും മാസങ്ങൾ വേണം. രണ്ട് മാസങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഞങ്ങൾക്കിത് നടപ്പിലാക്കില്ല എന്നൊരു മറുപടി ആണെങ്കിൽ ഞങ്ങൾ ഇത്രയും നാളും ഇവിടെ കഷ്ടപ്പെട്ടതിനോ തെരുവിൽ അന്തിയുറങ്ങിയതിനോ ഒന്നും ഒരു ഫലവും ഇല്ലാതായി തീരും. ഞങ്ങൾക്ക് വേണ്ടത് അടിയന്തരമായിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ്. ഇല്ല, ഞങ്ങളുടെ കയ്യിൽ സമരം നിർത്തിപ്പോയി 2 മാസം കഴിഞ്ഞ് ഇനിയും ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നമസ്കാരം. LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 24ാം ദിവസം പിന്നിടുകയാണ്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദ്യോഗാർത്ഥിയായ ആര്യ നമ്മളോടൊപ്പം ചേരുകയാണ്. ആര്യ, ഇന്നലെ ചർച്ച നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഇന്നലെ ചർച്ചയ്ക്ക് ഞങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സമരം പിൻവലിക്കണമെന്നാണ്. ഇത്രയും നാളും ഞങ്ങളുടെ സമരം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പോലും പരിഗണന നൽകാഞ്ഞവർ ഇന്നലെ ഞങ്ങളുടെ സമരം പിൻവലിക്കണമെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അതൊരു നല്ല സൂചനയായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ സമരം അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണത്. പക്ഷെ ഞങ്ങളോട് പറഞ്ഞത് 2 മാസം സമയം ഞങ്ങൾക്ക് ഈ കാര്യം പഠിക്കുന്നതിന് വേണമെന്നാണ്. അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിരിക്കും എന്നൊരു ഉറപ്പല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ പ്രശ്നം പഠിക്കണം. ഇത് 1:25 നടപ്പിലാക്കുന്നത് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, നിലവിലുള്ള അധ്യാപകർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇതെല്ലാം ഞങ്ങൾക്ക് പഠിക്കണം. 2 മാസം സമയം പഠിക്കാനാണ് ഞങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രിയുടെ PS-ഉം വിദ്യാഭ്യാസ മന്ത്രിയും ആവശ്യപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ച് 2 മാസങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഞങ്ങൾക്കിത് നടപ്പിലാക്കില്ല എന്നൊരു മറുപടി ആണെങ്കിൽ ഞങ്ങൾ ഇത്രയും നാളും ഇവിടെ കഷ്ടപ്പെട്ടതിനോ തെരുവിൽ അന്തിയുറങ്ങിയതിനോ ഒന്നും ഒരു ഫലവും ഇല്ലാതായി തീരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2 മാസം ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കുമെന്ന് ഉറപ്പ് ഞങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് അടിയന്തരമായിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും സമരവുമായിട്ട് മുന്നോട്ട് പോകും. ശക്തമായ സമരമുറകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ പ്രശ്നം അവർ പരിഗണിക്കുക മാത്രമല്ല വേണ്ടത്, പരിഹരിച്ച് തന്നിരിക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യായമായ കാര്യങ്ങളാണ്. അതവർക്ക് ഇനിയും ഞങ്ങൾ ഈ ഒരു 3-4 മാസമായിട്ട് കയറി ഇറങ്ങുന്നുണ്ട്. DG-യിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെയും നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടറെ എല്ലാം കണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവർ പഠിച്ചതുമാണ്, അവർക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ പ്രശ്നം അവർ പരിഹരിച്ച് തരേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. 2 മാസം സമയം പഠിക്കുന്നതിന് ഞങ്ങൾക്കിനി ഇല്ല. ഞങ്ങളുടെ കയ്യിൽ സമരം നിർത്തിപ്പോയി 2 മാസം കഴിഞ്ഞ് ഇനിയും ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും തീർന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാം റാങ്കുകാരൻ പോലും ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇനിയും ഇന്നു മുതൽ ശക്തമായ സമരമുറകളോടെ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ മാധ്യമങ്ങളിലടക്കം നിങ്ങളുടെ ഈ ഒരു സമരം റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ടും ഈ 2 മാസം പഠിക്കാൻ എടുക്കണം എന്നുള്ളൊരു ആ ഒരു മുട്ടാപ്പോക്ക് ന്യായമായി തോന്നുന്നുണ്ട്. അതൊരു മുട്ടാപ്പോക്ക് ന്യായമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരുവിധം എല്ലാവരും നമ്മുടെ കേരള പൊതുസമൂഹം ഇന്ന് ഇത് നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ പ്രശ്നങ്ങൾ അറിയാം. ഇത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തിനാണ് ഈ ഒരു 2 മാസ സമയം പഠിക്കാൻ വേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എയ്ഡഡുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനമേറ്റ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യത്തെ ആഴ്ചയിൽ പങ്കെടുക്കുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുണ്ടായിരുന്നു, പൊതുവിദ്യാലയങ്ങളുടെ നട്ടെല്ല് എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളുകളാണെന്ന്. അത് തൊട്ടു പിന്നാലെ അവർക്ക് വേണ്ട ഒരുപാട് ഓർഡറുകൾ പുറത്തിറക്കി. 100 ദിന കർമ്മ പരിപാടിയിലൂടെ അവർ എയ്ഡഡ് സ്കൂളിലെ 10,000 അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകാൻ പോകുന്നു. അതിന് പിന്നാലെ തന്നെ അടുത്ത ഓർഡർ പുറത്തിറങ്ങി. ഭിന്നശേഷി സംവരണം നിലനിൽക്കുന്നത് കൊണ്ട് നിയമനം ലഭിക്കാത്ത അധ്യാപകർക്ക് പ്രത്യേക ഫോർമുല രൂപീകരിച്ചുകൊണ്ട് നിയമനം നൽകാൻ പോകുന്നു. അപ്പോൾ കയറി 2 ആഴ്ചയ്ക്കുള്ളിൽ എയ്ഡഡുകാർക്ക് വേണ്ടി ഇത്തരം ഓർഡറുകൾ ഇറക്കാനായിട്ട് ഇവർക്ക് പഠിക്കേണ്ടതോ മറ്റ് സമയങ്ങളൊന്നും വേണ്ട. പക്ഷേ ഞങ്ങളെപ്പോലെ പൈസ ഇല്ലാത്തവർ, കോഴ കൊടുക്കാൻ കാശില്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ തെരുവിൽ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ പ്രശ്നങ്ങൾ സമീപിക്കുമ്പോൾ അവർക്ക് സമയം വേണം, പഠിക്കാൻ ഇനിയും മാസങ്ങൾ വേണം. ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇത് ഒരു പൊതുസമൂഹത്തിന് മനസ്സിലാവും. ഇന്നെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ.
ഞങ്ങളുടെ അവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങളിത് ന്യായമല്ലാത്ത ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല ഇവിടെ സമരം ചെയ്യുന്നത്, ഞങ്ങൾ നീതിക്ക് വേണ്ടിയാണ്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത്, നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കും അസമത്വങ്ങൾക്കും എതിരെയാണ് ഞങ്ങൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടിയേ സാധിക്കുകയുള്ളൂ. എന്തായാലും ആര്യാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, അതിൽ യാതൊരുവിധ തീരുമാനവുമായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് 2 മാസത്തെ ഒരു ഇടവേള തരണം, അതായത് ഇവരുടെ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 മാസം. പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ചുള്ള ഒരു ആവശ്യം, അതായത് ഈ സമരം ഇവിടെ നിന്നും നിർത്തിപ്പോകണമെന്നുള്ളതാണ്. അതായത് സർക്കാരിൻ്റെ പ്രധാന ആവശ്യം ഇവരെ നിയമിക്കുക എന്നുള്ളതല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും വ്യക്തമാവുകയാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, ഈ ഒരു സമരം നിങ്ങൾ ഉടൻ തന്നെ നിർത്തണം, 2 മാസം ഞങ്ങൾക്ക് ഈ ഒരു വിഷയം പഠിക്കുവാൻ വേണ്ടിയുള്ള സമയം വേണം എന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ മുട്ടാപ്പോക്ക് ന്യായം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും നിലവിലിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാൻ ഉദ്ദേശമില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എയ്ഡഡ് സ്കൂളുകളിലെ 1:1 PSCക്ക് വിടുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള നിരവധി പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ ഉയർത്തുന്നത്. ഇന്ന് 24ാം ദിവസം പിന്നിടുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ച ഏകദേശം പരാജയപ്പെട്ട സാഹചര്യം തന്നെയാണുള്ളത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇവർ സമരം തുടരാൻ തന്നെയാണ് നിലവിലുള്ള തീരുമാനം. ക്യാമറമാൻ ഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.